നമസ്കാരം, ഞാൻ ഡോക്ടർ അചന്ത. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിലെ കമന്റ് ബോക്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതായത് ചെവി ക്ലീൻ ചെയ്താൽ വരുന്ന ദോഷങ്ങളെയൊക്കെ പറ്റിയിട്ട് കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ സമയത്ത് ചെവിയെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട 2 സംശയങ്ങളായിരുന്നു. ഒന്ന്, ജലദോഷം കഫക്കെട്ടൊക്കെ വരുന്ന സമയത്ത് ഇത് ചെവിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അല്ലെ നമ്മൾ മൂക്ക് ചീറ്റുകയോ കാർക്കിക്കുകയോ ഒക്കെ ചെയ്താൽ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് ഒരു സൈഡ്. രണ്ടാമത്തെ സംശയം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ച ഒന്നാണ്, ഇയർ ബാലൻസ് എന്തുകൊണ്ടാണ് വരുന്നത്, ചെവിയുടെ ബാലൻസ് പോകാൻ എന്താണ് കാരണം, അതിനുള്ള പരിഹാരം എന്താണ് എന്നൊക്കെ. അപ്പോൾ ഈ 2 ചോദ്യങ്ങളുടെ പരിഹാരമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ്, നമ്മുടെ ജലദോഷം കഫക്കെട്ട് ചുമയൊക്കെ വരുന്ന സമയത്ത് ചെവി എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നല്ലേ. നമുക്ക് ഈ പുറമേ കാണുന്നതല്ല, നമ്മുടെ ചെവി മൂക്ക് തൊണ്ടയൊക്കെ തമ്മിൽ ഉള്ളിലൂടെ നമ്മുടെ യൂസ്റ്റേഷ്യൻ ട്യൂബൊക്കെ വെച്ചിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പം ഇതുകൊണ്ട് തന്നെ ഈ ഇൻഫെക്ഷൻ നമ്മുടെ ഉള്ളിലൂടെയുള്ള ഈ കണക്റ്റഡ് ട്യൂബ്സ് വഴി ചെവിയിലോട്ട് എത്താനും അവിടെയും ഈ സെയിം ഇൻഫെക്ഷൻസ് വരാനും പഴുപ്പ് വരാനും സാധ്യതയുണ്ട്. മറ്റൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ യൂഷ്വലി ജലദോഷം അല്ലെ തുമ്മലൊരു കഫക്കെട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആഞ്ഞ് മൂക്ക് ചീറ്റുക അല്ലെ ആഞ്ഞ് സ്ട്രെയിൻ ചെയ്ത് കാർക്കിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതായത് നമ്മുടെയൊക്കെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കഫം പുറത്തോട്ട് വരുന്നതാണ് എന്തോ നല്ല കാര്യം. ഉള്ളിലോട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചാൽ, ഈ ജലദോഷം വരുന്ന സമയത്ത് നമ്മളിങ്ങനെ മൂക്കിൽ നിന്ന് കഫം ഉള്ളിലോട്ട് വലിച്ചാൽ ഇത് ഉള്ളിൽ കെട്ടി നിൽക്കുകയും ഇത് അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നൊക്കെയാണ്. അതുകൊണ്ട് ഈവൻ ചെറിയ ബേബീസിനെ അല്ലെ ചെറിയ കുട്ടികളെ കൊണ്ട് പോലും നമ്മൾ മൂക്ക് ശക്തമായി ഇങ്ങോട്ട് ചീറ്റ് ഇങ്ങനെ ഉള്ളിലോട്ട് വലിക്കല്ലേ എന്ന് പറയാറുണ്ട്. നമ്മൾ ഈ മൂക്ക് ശക്തമായി ചീറ്റുകയോ കാർക്കിക്കുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെവിയുടെ ആ അടപ്പ് പോലെ ഇരിക്കുന്ന സാധനമാണ് കർണപടം. ഈ കർണപടത്തിലൊരു നെഗറ്റീവ് പ്രഷർ, ഉള്ളിലോട്ടൊരു വലിച്ചിൽ ഫീൽ ചെയ്യും. ഈ വലിച്ചിൽ ശക്തമാകുമ്പോൾ ഈ കർണപടത്തിൽ ചെറിയ കീറലുകൾ പോറലുകളൊക്കെ ഏൽക്കാൻ സാധ്യതയുണ്ട്. ഏതൊരു അവയവത്തിലെ മുറിവുകൾ വന്നാൽ പഴുക്കാൻ എത്രമാത്രം സാധ്യതയുണ്ടോ അതേ സാധ്യത തന്നെ നമ്മുടെ കർണപടം പൊട്ടിയാലും ഉണ്ടാവാം. അങ്ങനെ ഈ ഭാഗം ഇൻഫെക്ഷനായിട്ട് ഈ പഴുപ്പ് ഒലിക്കാം. അപ്പോൾ അങ്ങനെ പസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കർണപടം ഡാമേജ്ഡ് ആയി എന്നാണ് അർത്ഥം. എത്രയും പെട്ടെന്ന് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്ത് ആ ഇൻഫെക്ഷനെ കൺട്രോൾ ആക്കുകയും പിന്നെ ആ കർണപടത്തിൽ റെസ്റ്റ് കൊടുക്കുകയും ചെയ്യണം, തിരിച്ച് റീജോയിൻ ആവാനായിട്ട്. ചില ആളുകളിൽ ഒരുപാട് തവണകളായിട്ട് ഈ ഓട്ടൈറ്റിസ് മീഡിയ, അതായത് ഈ കർണപടം പൊട്ടി പഴുപ്പ് ഒലിക്കുന്നത് മൂലം കർണപടം ഇല്ലാതാവുകയും സർജറി ചെയ്ത് ഇതിനെ വീണ്ടും ഒട്ടിച്ചെടുക്കേണ്ടിയും വരാറുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ചീറ്റാൻ പറ്റില്ല. ഇപ്പോൾ കഫം എല്ലാം കൂടി ഇനിയിപ്പോൾ ഉള്ളിലായ എന്ത് പറ്റും? അതായത് നമ്മൾ ചുമ്മാ നമ്മളിപ്പോൾ നമുക്ക് എല്ലാവർക്കും മൂക്കിൽ കഫമൊക്കെ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കൊച്ചിലെ കഴിയുമ്പോൾ ഒന്ന് കരഞ്ഞു കഴിഞ്ഞാലൊക്കെ മൂക്കിൽ നിന്ന് നമ്മളിങ്ങനെ ഒന്ന് വലിച്ചിട്ടുണ്ടാവും. ഈ വലിക്കുമ്പോൾ ഈ കഫം എവിടെ എത്തുന്നതെന്നൊന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഇത് എവിടെ എത്തുന്നത്? നമ്മുടെ തൊണ്ടയിൽ. നമുക്ക് തൊണ്ടയിലെത്തിയ കഫം നമ്മൾ ഒന്നുകിൽ അവിടുന്ന് കാറി വായിലൂടെ എടുത്ത് തുപ്പിക്കളയുന്നു. അതും ചെയ്യരുതെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അത് വായിലൂടെ പുറത്തോട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? വായിലല്ലേ തൊണ്ടയുടെ അവിടെ കിടക്കും. എന്നിട്ട് നമ്മൾ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഈ വിഴുങ്ങിയാൽ ഇത് നേരെ നമ്മുടെ ആമാശയത്തിലോട്ട് എത്തുന്നത്. അല്ലാതെ ഈ കഫം കെട്ടി നിന്ന സ്ഥലം നമ്മുടെ ശ്വാസനാളി അല്ലെങ്കിൽ നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഒക്കെ ആയിരിക്കും. ഈ സൈനസ് അവിടെയൊക്കെ ആയിരിക്കും. ഈ സൈനസിലോട്ടോ അല്ലെങ്കിൽ എയർവേയിലോട്ടോ ഒരിക്കലും നമുക്ക് ബോധമുള്ള ഒരാൾക്ക് തിരിച്ച് ഈ വായിലെടുത്ത കഫത്തിനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളിതിങ്ങനെ വലിച്ചാൽ ഇത് തിരിച്ച് ആ ഭാഗത്തോട്ട് റെസ്പിറേറ്ററി ട്രാക്റ്റിലേ എത്തില്ല. നമ്മുടെ വായിലെത്തിക്കഴിഞ്ഞാൽ ഓറിയൻറ്റഡ് ആയിട്ടൊരാൾ അത് വിഴുങ്ങാൻ മാത്രമേ അറിയുള്ളൂ. അത് നേരെ വിഴുങ്ങിയാൽ ആമാശയത്തിലോട്ടാണ് എത്തുന്നത്. അത് ആമാശയം എന്ന് പറയുന്നത് നല്ല ഒന്നാന്തരം ദഹനരസങ്ങളുള്ള ഒരു അവയവമാണ്. ഈ കഫത്തിലെ അണുക്കളെയൊക്കെ അതങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞോളും. മോഷൻ പാസ് ചെയ്യുന്ന കൂടെ അതിനകത്തൂടെ ആ കഫം അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ ഒരു കാരണവശാലും ഇനി ജലദോഷം വരുമ്പോൾ ചീറ്റുകയോ കാർക്കിക്കുകയോ ചെയ്യാൻ പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളോടും ശക്തമായി ചീറ്റ് കഫം മൊത്തം പോട്ടെ എന്ന് പറഞ്ഞു കൊടുക്കാനും പാടില്ല. ഓക്കെ, ഇനി അടുത്ത കാര്യമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സംശയം ചോദിച്ചതും എന്നാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിന് മറുപടി. ചെവിയുടെ ബാലൻസ് എന്തുകൊണ്ടാണ് പ്രശ്നം വരുന്നത്, എങ്ങനെയാണ് ഇത് പരിഹരിക്കാം? അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ മെക്കാനിസം പറഞ്ഞു തരുമ്പോൾ നമ്മൾ സ്കൂളിൽ ക്ലാസ്സിലൊക്കെ കേട്ടിരിക്കുന്ന പോലെ നല്ല ശ്രദ്ധിച്ച് കേട്ടിരുന്നോണം. കാരണം ഭയങ്കര കൺഫ്യൂസിങ് ആണ്, നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. ഒരു പോർഷൻ കേട്ടില്ലെങ്കിൽ അത് പിന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവാതെ വരും. ഓക്കെ, ഈ ബാലൻസിൻ്റെ പ്രശ്നത്തിന് നമ്മൾ മെഡിക്കലി വെർട്ടൈഗോ എന്നാണ് പറയുക. ഫസ്റ്റിന് എന്താ വെർട്ടൈഗോ എന്നൊരു ക്ലാരിഫിക്കേഷൻ വേണം. പല ആളുകളും എന്ത് തലച്ചുറ്റിൽ വന്നാലും ഇതിനെ ഇയർ ബാലൻസുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്.
അതായത് ചില ആളുകൾക്ക് ഷുഗറൊക്കെ കുറഞ്ഞിട്ട് ടക്കിനെ ഒരു ബോധമില്ലാതെ വീഴാം. അസംബ്ലിക്കൊക്കെ ഒരുപാട് സമയം അനങ്ങാതെ നിൽക്കുന്നൊക്കെ സമയത്ത് BP ഫോൾ വന്നിട്ട് പെട്ടെന്ന് ഫോൾ ചെയ്ത് വീഴാം. ഇതൊക്കെ ഒരിക്കലും വെർട്ടിഗോ ലിസ്റ്റിൽ പെടുന്നതല്ല. വേർത്തിട്ട് ഫുള്ളി ആള് വീണ് പോകുന്നത് വെർട്ടിഗോ ലിസ്റ്റിൽ വരുന്നതല്ല. വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ തല അനങ്ങുന്നതനുസരിച്ച് മൊത്തം ചുറ്റും അപ്പാടങ്ങ് മറിഞ്ഞു പോകുന്നത് പോലുള്ള ഫീൽ അനുഭവപ്പെടുന്നതിനെയാണ് വെർട്ടിഗോ എന്ന് പറയുന്നത്. വെർട്ടിഗോ മിക്കവാറും ഇതിൻ്റെ കൂടെ ഒരു ഛർദ്ദിക്കാൻ വരല് അല്ലെ ഓക്കാനം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ വെർട്ടിഗോ മെയിനായിട്ട് 2 തരത്തിലുണ്ട്. ഒന്ന് സെൻട്രൽ വെർട്ടിഗോയും 2 പെരിഫറൽ വെർട്ടിഗോയും. അതായത് നമ്മുടെ ചെവിയാണ് ബാലൻസിനെ നിയന്ത്രിക്കാനുള്ള ഇമ്പൾസസുകൾ തലച്ചോറിലോട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇവർ 2 പേരൂടാണ് നമ്മുടെ ബാലൻസിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ തലച്ചോറ് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളിലുണ്ടാവുന്ന വെർട്ടിഗോനെ സെൻട്രൽ വെർട്ടിഗോ എന്നും, ചെവി കാരണം ഉണ്ടാവുന്ന ബാലൻസിൻ്റെ പ്രശ്നത്തിനെ നമ്മൾ പെരിഫറൽ വെർട്ടിഗോ എന്ന് പറയാം. സെൻട്രൽ വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവുന്ന സ്ട്രോക്ക് വരുമ്പോൾ അല്ലെങ്കിൽ തലച്ചോറിൽ എന്തെങ്കിലും ഒരു ട്യൂമർ വന്നാലും ഒക്കെ ഈ വെർട്ടിഗോ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ എപ്പോഴും ഒരു അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖവും കൂടെ വെച്ചിട്ടായിരിക്കും. അതായത് തലച്ചുറ്റിൽ വരുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം തന്നെ ഒരു സൈഡ് തളർന്നു പോകാം, അല്ലെങ്കിൽ കാണുന്നതെല്ലാം 2ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ കാഴ്ച മങ്ങാം, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാം. ഇതൊക്കെ സെൻട്രൽ വെർട്ടിഗോ ആണ് കേട്ടോ. പെരിഫറൽ വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ചെവിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും കാണിക്കുക. ചെവിയിൽ നിന്ന് മൂളൽ പോലത്തെ സൗണ്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ ചെവി വേദന ഉണ്ടാവുന്നു, ചെവി പൊട്ടി ഒലിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ പെരിഫറൽ വെർട്ടിഗോയുടെ കൂടെ ഉണ്ടാവുന്നത്. പല കാരണങ്ങളുകൊണ്ട് ചെവി കാരണം ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടാവാം. ഒന്നാമത് നമ്മുടെ വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് അല്ലെങ്കിൽ ലാബ്രിന്തൈറ്റിസ് എന്നൊക്കെ പറയുന്ന നീർക്കെട്ടുകൾ, ഇൻഫ്ലമേഷൻ ഉണ്ടാവുക. അത് പലപ്പോഴും ഈ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത്, അതായത് ചുമ, ജലദോഷം, കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് കാരണവും അങ്ങനെയൊക്കെ മേലിൽ ഈ ചെവിയുടെ ഭാഗത്തൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് ഈ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടാകും. ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഒന്ന് വെയിറ്റ് ചെയ്ത് ഈ നീർക്കെട്ട് മാറുമ്പോൾ അതങ്ങ് സോൾവ് ആയിക്കോളും. താൽക്കാലിക ആശ്വാസത്തിന് വേണമെങ്കിൽ മെഡിസിൻസ് ഒക്കെ എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്തെ മിനിയേഴ്സ് ഡിസീസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അത് ഈ ബാലൻസിൻ്റെ പ്രശ്നം മാത്രമല്ല, ചെവി കേൾവി നശിക്കാം, അതുപോലെ തന്നെ ചെവിയിൽ നിന്ന് മൂളല് കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഇത് ഒരുപാട് സമയം നിലനിൽക്കുന്ന ഒരു ബാലൻസിൻ്റെ പ്രശ്നമാണ്. അതായത് കുറേ സമയം നീണ്ടു നിൽക്കും ഈ ചെവിയുടെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം. അപ്പോൾ അടുത്ത പ്രശ്നമാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം, ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ, BPPV എന്നുള്ളത്. ഈ പ്രശ്നമാണ് എല്ലാവർക്കും കോമൺലി, അതായത് നമ്മളിപ്പോൾ പെട്ടെന്ന് കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ തലചുറ്റൽ വരുന്നു, അതായത് അപ്പാടെ കറങ്ങുന്നത് പോലെ തോന്നുന്നു, അല്ലെങ്കിൽ അതിനൊപ്പം ഛർദ്ദിക്കുന്നു, ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചെക്ഷൻസ് എടുക്കുന്നു, ടാബ്ലറ്റ് എടുക്കുന്നു. ഇതൊക്കെ മിക്കവാറും ഈ BPPV കാരണം സംഭവിക്കുന്നത്. ഇതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇയറിൽ സെമി സർക്കുലർ കനാൽസ് എന്ന് പറഞ്ഞാൽ ഒരു 3 കനാലുകളുണ്ട്. ഈ 3 കനാലും ഇരിക്കുന്നത് 3 ഡയമെൻഷനിലാണ്. അപ്പോൾ ഈ 3 ഡയമെൻഷനിൽ ഇരിക്കുന്ന ഈ കനാലിനകത്തൂടെ ഈ ഒരു ലിംഫ്, ഒരു ഫ്ലൂയിഡ് ഒഴുകി നടക്കുന്നുണ്ട്. നമ്മുടെ തല എങ്ങനെയൊക്കെയാണോ തിരിക്കുകയും മറിക്കുകയൊക്കെ ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ സെമി സർക്കുലർ കനാലിൽ കൂടെ ഈ ഫ്ലൂയിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയും ഈ മൂവ്മെൻറ്റിനനുസരിച്ചാണ് ചെവി നമ്മുടെ തലയ്ക്ക് ഇമ്പൾസ് കൊടുക്കുന്നത്. ആ തല ഇങ്ങനെയാണ് അനങ്ങുന്നത്, നമ്മുടെ ബോഡി ഇങ്ങനെ അനങ്ങുന്നത്, അപ്പോൾ നമുക്ക് ബാലൻസ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചില സമയത്ത് സെമി സർക്കുലർ കനാലിൻ്റെ അടിഭാഗത്തായിട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്ന കുറച്ച് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റലുകളുണ്ട്, ചെറിയ തരികൾ, കല്ലുകൾ പോലത്തെ സാധനം. ഈ സാധനം നമ്മൾ ശക്തമായിട്ട് തല അനക്കുമ്പോൾ, പെട്ടെന്ന് കുനിങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ ചെറിയ ക്രിസ്റ്റൽസ് ഒന്ന് തെന്നി മാറി ഈ ഫ്ലൂയിഡിൻ്റെ ഈ ഒഴുക്കിനകത്ത് പെട്ടുപോകും. അങ്ങനെയുള്ള സമയത്ത് ഇതൊരു സ്റ്റോൺ അല്ലേ, അപ്പോൾ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനനുസരിച്ചും ഇതിൻ്റെ മൂവ്മെൻറ്റ് നടക്കും. നമ്മൾ ഈ തല അനങ്ങുന്നത് മാത്രമല്ല, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനനുസരിച്ച് ഈ കല്ലുകൾ മൂവ് ആവും. ആ സമയത്ത് ഇവർ തെറ്റായ ഇമ്പൾസസ് നമ്മുടെ തലച്ചോറിന് കൊടുക്കും, തല ഇങ്ങനെ അനങ്ങുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ആ തെറ്റായ ഇമ്പൾസസ് കേൾക്കുന്നതുകൊണ്ടാണ് തലച്ചോറ് ഈ ബാലൻസിൻ്റെ ഒരു പ്രശ്നത്തിൽ കൺഫ്യൂഷൻ വരുന്നത്. തെറ്റായ ഇമ്പൾസസ് തലച്ചോറിന് കൊടുക്കുകയും അങ്ങനെ ബാലൻസിൻ്റെ പ്രശ്നം വരികയും ചെയ്യും. അപ്പോൾ ഈ BPPVക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഒരു എക്സസൈസ് മെത്തേഡാണ് ഇതിനെ മാറ്റാനായിട്ട്. ഈ ബീറ്റ ഹിസ്റ്റിൻ ടാബ്ലറ്റ് കൊടുക്കും, അതിനോടൊപ്പം തന്നെ ഈ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റും.
ഈ എക്സസൈസ് ഇങ്ങനെയാണ്. എനിക്കിത് എത്രമാത്രം നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടാം എന്ന് എനിക്കറിയില്ല. മാക്സിമം ഞാൻ ശ്രമിക്കാം. ഈ വീഡിയോയിൽ അല്ലാതെ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാതെ ഇതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ഈ മെത്തേഡ് കാണുന്നുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ വീഡിയോയും കൂടെ ഒന്ന് റെഫർ ചെയ്തേക്കണേ. അപ്പോൾ അതായത് നമ്മൾ ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ കട്ടിലിൻ്റെ അറ്റത്തായിട്ട് ഇരിക്കുക. കട്ടിലിൻ്റെ അറ്റത്തായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ കഴുത്ത് ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് ഹൈപ്പർ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മുടെ കഴുത്ത് ഇങ്ങനെ പുറകോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഭാഗത്തായിട്ട് നല്ല കട്ടിയുള്ള തലയണ വെച്ചൊന്ന് പൊക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അറ്റത്തോട്ട് വന്നു കഴിഞ്ഞാൽ തല ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ കട്ടിലിൻ്റെ അറ്റത്ത് വന്നിട്ട് തല ഇങ്ങനെ പുറത്തോട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലത്ത് അങ്ങനെ എവിടെയെങ്കിലും ആയിരിക്കണം ആദ്യം ഇരിക്കേണ്ടത്. ഇരുന്നിട്ട് നേരെ കിടക്കുമ്പോൾ അങ്ങനെ കഴുത്ത് നമുക്ക് പുറകോട്ട് ഇടാൻ പറ്റുന്ന ഒരു സ്ഥലത്തിരിക്കുക. എന്നിട്ട് ഇരുന്നിട്ട് ആദ്യം നമ്മുടെ തല ഒരു സൈഡിലേക്ക് ഒരു 45 ഡിഗ്രി ആംഗിളിൽ ചെരിക്കുക. പല ആളുകൾക്കും പ്രായം ചെന്ന ആളുകൾക്കാണ് ഈ വെർട്ടിഗോ ഇഷ്യൂസ് ഒക്കെ വരുന്നത്. അവർക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യമെങ്കിലും ഒരു സഹായം, ഒരു സപ്പോർട്ട് തേടാട്ടോ. എന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. തല ആദ്യം ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഒന്ന് ചെരിക്കുക. എന്നിട്ട് പതിയെ നമ്മൾ ആ കട്ടിലിനറ്റത്തേക്ക് അല്ലെങ്കിൽ ആ പില്ലോയുടെ അറ്റത്തേക്ക് കിടക്കുക. കിടന്നിട്ട് കഴുത്തൊന്ന് പുറകോട്ടൊന്ന് താഴ്ത്തിയിടുന്ന രീതിയിൽ. അപ്പോഴും നമ്മുടെ തല 45 ഡിഗ്രിയിൽ ചെരിഞ്ഞിട്ടാവുള്ളത് കേട്ടോ. എന്നിട്ട് ഇങ്ങനൊരു ഏതാനും നിമിഷങ്ങൾ, ഏതാനും സെക്കൻഡ്സ് ഇങ്ങനെ കിടക്കുക. എന്നിട്ട് പതിയെ നമ്മുടെ തല 90 ഡിഗ്രി ആംഗിളിൽ വീണ്ടും ചെരിക്കുക. ഇങ്ങനെ വീണ്ടും ഏതാനും സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ തല എങ്ങോട്ടാണോ ഇരിക്കുന്നത് അതേ ഡയറക്ഷനിൽ നമ്മുടെ ബോഡി കൂടെ ഒന്ന് പതിയെ ചെരിക്കുക. എന്നിട്ട് നമ്മുടെ ബോഡിയും കൂടെ ചരിച്ച ശേഷം പതിയെ സപ്പോർട്ട് ചെയ്ത് എഴുന്നേറ്റ് വരിക. എഴുന്നേറ്റ് ഇരുന്ന ശേഷം നമ്മുടെ തല ഇപ്പോഴും 45 ഡിഗ്രി അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ പതിയെ നേരെയാക്കുക. ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഈ ഒഴുകി നടക്കുന്ന കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽ ഇല്ലേ, ഇത് അടിയിലോട്ട് സെറ്റിലാവും. അന്നേരം നമ്മുടെ ഈ ബാലൻസിൻ്റെ പ്രശ്നം ഒരു പരിധി വരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ ഇതിനെ എക്സസർബേറ്റ് ചെയ്യുന്ന കുറേ ആളുകളാണ് നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് തല അനക്കുന്നത്. പെട്ടെന്ന് നമ്മളിങ്ങനെ മേലിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ കെട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പം സ്ത്രീകളൊക്കെ ആണെങ്കിൽ വലയൊക്കെ അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് താഴോട്ട് നോക്കുക. അല്ലെങ്കിൽ രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉറക്കമൊന്നും തെളിയാതെ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുക. അല്ലെ വയറ്റിൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുക. അല്ലെ റൈഡിൽ അല്ലെ ബസ്സിലൊക്കെ ദൂരയാത്ര പോവുക. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ ബാലൻസിൻ്റെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വായ തുറന്ന് എന്തെങ്കിലും ചവച്ചുകൊണ്ടിരിക്കുക. നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് വായ തുറന്ന് വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ ബാലൻസിൻ്റെ പ്രശ്നം വരാതിരിക്കാനായിട്ട് വായ തുറന്ന് എന്തെങ്കിലും സ്നാക്സ് ആവാം, അല്ലെ ബബിൾക്കാ എന്തെങ്കിലും വായ തുറന്ന്, അല്ലെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ വെറുതെ വായ തുറന്ന് ചവയ്ക്കുന്ന മൂവ്മെൻ്റ് എടുക്കുകയും ഉമിനീര് വിഴുങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചെവിയുടെ പുറമേ വരുന്ന പ്രഷറും ഉള്ളിൽ നിന്നുണ്ടാവുന്ന പ്രഷറും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ ബാലൻസിൻ്റെ പ്രശ്നം അധികമായിട്ട് വരില്ല. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വലിയ ഹൈ റേഞ്ചിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പം ചെവി കൊട്ടിയടയ്ക്കുന്ന പോലൊക്കെയുള്ള ഫീല് വരില്ലേ, അതൊക്കെ ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ സമയത്തിന് ആഹാരം കഴിക്കുക, വെള്ളം നല്ലോണം കുടിക്കുക, പിന്നെ പെട്ടെന്നുള്ള ഉള്ള മൂവ്മെൻറ്റ്സ് ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാലൻസിൻ്റെ ഇഷ്യൂസ് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ പലരും ഇതുവരെ ഈ ബാലൻസിൻ്റെ പ്രശ്നത്തിന് BP യുടെ പ്രശ്നം എന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പല ആളുകളും ഈ തലച്ചുറ്റൽ വരുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തുന്നത് തന്നെ ഡോക്ടറെ BP കൂടിയെന്നാണ് തോന്നുന്നത്, അല്ലെ കുറഞ്ഞു എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് തന്നെ. ഈ സമയത്ത് മിക്കവാറും BP നോക്കുമ്പോൾ കുറച്ചൊന്ന് കൂടിയിട്ടുമായിരിക്കുക. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ തലച്ചുറ്റൽ വരുന്ന സമയത്ത് ചുമ്മാ നമ്മൾ അനങ്ങാതിരിക്കുന്ന ഒരാൾക്ക് മൊത്തം ഇരിക്കുന്ന സാധനങ്ങൾ അപ്പാടെ ഇങ്ങനെ കറങ്ങുന്ന പോലെ തോന്നുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. ഈ ഒരു പേടിയുടെ ഭാഗമായിട്ടും BP കൂടിയിട്ടായിരിക്കും മിക്കവാറും ആളുകൾ വരിക. അപ്പോൾ ഈ ബാലൻസിൻ്റെ പ്രശ്നം മെഡിസിൻ കൊടുത്തോ അല്ലെങ്കിൽ റെസ്റ്റ് കൊടുത്തോ അല്ലെങ്കിൽ ഈ എക്സസൈസ് കൊടുത്തോ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞ് BP നോക്കുമ്പോൾ പലപ്പോഴും ആ BP അവരെ സ്റ്റേബിളായിട്ട് കാണാറുണ്ട്. വെർട്ടിഗോനെ നമ്മൾ മറ്റുള്ള തലച്ചുറ്റലുകളായിട്ടും കൺഫ്യൂസ്ഡ് ആവരുത്. ചിലപ്പോൾ BP ഫോൾ ചെയ്ത് പെട്ടെന്ന് അപ്പാടെ കറങ്ങി വീണ് തലയൊക്കെ ഇടിച്ച് വീഴുക, അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞ് ബോധമില്ലാതെ വീഴുക, വേർക്കുക, അതൊന്നും ചിലപ്പോൾ ബാലൻസ് വെർട്ടിഗോ ആയിട്ട് ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ അതിന് മറ്റ് റീസൺസ് ആണ്. അപ്പോൾ ഈ ലക്ഷണങ്ങളൊന്നും നിങ്ങൾ കൺഫ്യൂസ് ചെയ്യപ്പെടരുത്. എന്താണ് വെർട്ടിഗോ, എന്താണ് മറ്റ് തലച്ചുറ്റൽ കാര്യങ്ങൾ എന്നൊക്കെ കൃത്യമായി അറിഞ്ഞിട്ട് വേണം പരിഹാരം ചെയ്യാനായിട്ട്. ഓക്കെ.